പയ്യന്നൂർ കൊക്കാനിശ്ശേരി എ.കെ.ജി. സ്മാരക മന്ദിരത്തിനു മുൻവശം സ്ഥാപിച്ചിരുന്ന ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചു. ഡിവൈഎഫ്ഐ കൊക്കാനിശ്ശേരി ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ടി.പി. അരുൺ പോലീസിൽ പരാതി നൽകി. കൊക്കാനിശ്ശേരി എ.കെ.ജി. സ്മാരക മന്ദിരത്തിനു മുൻവശം സ്ഥാപിച്ചിരുന്ന ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ഡിവൈഎഫ്ഐ കൊക്കാനിശ്ശേരി ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ടി.പി. അരുൺ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിപിഐഎം പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പോത്തേര കൃഷ്ണൻ, ബി ബബിൻ, ടി അജിത് കുമാർ, വി നിഖിൽ എന്നിവർ സംസാരിച്ചു. മദ്യപാനികളും മദ്യം വിൽപ്പനയും അതുപോലെ കഞ്ചാവ് വിൽപ്പനയും മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം വിൽപ്പന കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. ഇത് പലകുറി പോലീസിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം കൂടിയാണ്. അതിന്റെ മറവിൽ ഇവിടെ സ്ഥിരമായൊരു സീറ്റ്, കുറച്ചാൾക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് സീറ്റ് ഇവിടെ സംഘടിപ്പിക്കുക. അതിന്റെ പേരിൽ നാട്ടിൽ സൗകര്യം ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. കുറെ കാലമായി തുടങ്ങിയിട്ട്. ഏതായാലും പയ്യന്നൂരിന്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. അതുകൊണ്ട് അതിനൊന്നും തുനിയണ്ടെന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. കൊക്കാനിശ്ശേരി എ.കെ.ജി. സ്മാരക മന്ദിരത്തിനു മുൻവശം സ്ഥാപിച്ചിരുന്ന ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.